തിരുവനന്തപുരം മുതലപ്പുഴയിൽ മണൽ നീക്കം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും സമരത്തിൽ. ചന്ദ്രഗിരി ഡ്രഡ്ജറിന്റെ സാങ്കേതിക തകരാർ ഇതുവരെ പരിഹരിച്ചില്ല എന്നാണ് ആക്ഷേപം. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ തീരദേശ റോഡ് ഉപരോധിച്ചു. മേഘന മുരളി വിവരങ്ങൾ ചേർന്നുണ്ട്. മേഘന, ഈ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ അവർ ആദ്യമായി നടത്തുന്ന സമരവുമല്ല, ഒരുപക്ഷെ അവസാനത്തെ സമരവുമാവില്ല. അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ, അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ എപ്പോഴും യുക്തിയുള്ളതുമാണ്. ഇക്കുറി അവർ പറയുന്നത് എന്താണ് മേഘന? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോഴും മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ ഈ തീരദേശ റോഡ് ഉപരോധിക്കുന്നത്, ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. അതിൽ പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് ഇന്ന് മെയ് 16 ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സമരം നടത്തുന്ന സമയത്ത് അധികൃതർ ഈ ഹാർബർ എഞ്ചിനീയർ വിഭാഗമടക്കം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് മെയ് 15 ഭൂരിഭാഗം മണലും ഇവിടെ നിന്ന് മാറ്റും, ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നുള്ളതാണ്. ഇവർക്ക് കടലിൽ പോയി മത്സ്യബന്ധനം അടക്കം നടത്താൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ആ ദിവസം കഴിഞ്ഞിട്ടും കാൽ ഭാഗം പോലും മണൽ ഇവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കണ്ണൂരിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ അടക്കം എത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെറും 12 മണിക്കൂർ മാത്രമാണ് ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിച്ചിട്ടുള്ളത്. ദിവസവും സാങ്കേതിക തകരാർ സംഭവിക്കുന്നു. കൂടാതെ ഈ ചെറിയ ലോറികളും ഡ്രഡ്ജറുകളും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, അതും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ ഡ്രഡ്ജർ എത്തിക്കുമ്പോൾ പ്രധാനമായും പറഞ്ഞിരുന്നത് 20 മണിക്കൂറെങ്കിലും അവിടെ പ്രവർത്തനം നടത്തും. പക്ഷേ ഈ സാങ്കേതിക തകരാർ പരിഹരിച്ച് ഇതിനൊരു പ്രവർത്തനം നടത്താനും പോലും ഒരു സമയം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കൂടാതെ ഇനി കാലവർഷം വരാൻ പോകുന്നു, കടൽ പ്രക്ഷുബ്ധമാകുന്ന സമയമാണ്. അവിടെ ഇവർക്ക് ഉപജീവന മാർഗം നടത്താൻ കഴിയില്ല, ഇവർക്ക് ബോട്ടുകൾക്കോ മറ്റും കടലിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. കൂടാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പൊഴി മുറിച്ചിട്ടാണ് ഈ ഡ്രഡ്ജർ അടക്കം അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീണ്ടും ഇപ്പോൾ ഈ മണൽ അടിഞ്ഞ് പൊഴി മൂടുന്നു. ഇന്ന് ഈ ദിവസം കൂടി കഴിഞ്ഞാൽ പൊഴി പൂർണ്ണമായും മൂടുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യക്ഷ സമരം, അവിടെ സമരം കടുക്കും. ഇപ്പോൾ തീരദേശ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് സമരക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടാതെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതാണ് മുതലപ്പുഴി. അവരുടെ സമരം എക്കാലത്തെയും ആവശ്യങ്ങളാണ്, ഇപ്പോഴും അവർ തുടരുന്നു.